ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ആപ്പിൾ പൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ആപ്പിൾ പൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ആപ്പിൾ പൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ആപ്പിളും കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട്. ഒരു 7-8 സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ ഞാൻ ഒരു റെഡ് ആപ്പിളും ഗ്രീൻ ആപ്പിളും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡിന് കുറച്ച് മധുരവും ഗ്രീനിന് കുറച്ച് പുളിയും കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് രണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ റെഡ് ആപ്പിൾ മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം എടുത്താലും മതി. ഇപ്പോൾ പീൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പിളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് പാനിലിട്ടിട്ട് വേവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ഒരു 2-3 നുള്ളു പട്ട പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്, സിനമൺ പൗഡർ. ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർക്കുന്നത്. മധുരം നോക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ, സാധാ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര യൂസ് ചെയ്താലും മതി. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഈ ആപ്പിളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അങ്ങനെ ഇത് കുക്കായി തന്നെ കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുണ്ട്, മധുരത്തിന് വേണ്ടിയിട്ട് കുറവായതുകൊണ്ട്. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കുറച്ചൊന്ന് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ പുറത്തേക്ക് ചാടും. അതുകൊണ്ടാണ് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ഇതേപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇതിലേക്ക് ഒന്ന് പെട്ടെന്നൊന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്താലും മതി. ഇതേപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളത്തിലേക്ക് മുക്കി വെച്ചിരുന്നാൽ പൊടിഞ്ഞു പോകും നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഇതേപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് പരന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം 2 സൈഡിൽ നിന്നും. ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം. എന്നാൽ ഒത്തിരി ലോയിലിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം.
ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ ആ ഫില്ലിങ് നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പുറമേയുള്ള ആ ബ്രെഡ് ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്